ക്ഷേത്രത്തിൽ ഒരാൾ പ്രസംഗിക്കുകയാണ് ജനാധിപത്യം വന്ന ഗ്രീസിൽ നിന്നാണ് നിങ്ങൾ ഈ സദസ്സിൽ പറയാൻ പാടില്ല. അപ്പോൾ ഇന്നാളൊരു മീറ്റിംഗ് ഞാൻ പോയി. അപ്പോൾ ക്ഷേത്രത്തിലാണ് മീറ്റിംഗ് നടക്കുമ്പോൾ ജനാധിപത്യ സമ്പ്രദായം ഗ്രീസിലാണ് ഉണ്ടായതെങ്കിലും നമ്മൾ ഇന്ത്യയിൽ അതിപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ 77 വർഷമായി എന്ന് പ്രസംഗിക്കുകയാണ്. അപ്പോൾ ഒരു ക്ഷേത്രത്തിൽ 5000 പേര് കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് പ്രസംഗം കഴിഞ്ഞപ്പം എന്നെ പ്രസംഗിക്കാൻ ക്ഷണിച്ചു. ഞാൻ പറഞ്ഞു, ജനാധിപത്യം ഗ്രീസിലുണ്ടായെന്നാണെന്നുള്ള മണ്ടത്തരം നിങ്ങൾ ഈ സദസ്സിൽ പറയാൻ പാടില്ല. ജനാധിപത്യം ലോകത്തിൽ ആദ്യമായി പ്രാക്ടീസ് ചെയ്തത് ഭഗവാൻ കൃഷ്ണനാണ്. ഭഗവാൻ കൃഷ്ണൻ ദ്വാരകയിൽ വന്നപ്പോൾ അദ്ദേഹം ആദ്യം എല്ലാവരുടെയും വോട്ടെടുപ്പോട് കൂടി ഒരു ഇലക്ഷൻ നടത്തി. അങ്ങനെ ദ്വാരക ഭരിക്കാൻ 36 അംഗങ്ങളുള്ള ഒരു പാർലമെൻറ്റ് ഉണ്ടാക്കി. ഭാഗവതത്തിൽ അതിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്, ദാസന്മാർ അർഹരായവരെ തെരഞ്ഞെടുത്ത പാർലമെൻറ്റ്. അപ്പോൾ ഗ്രീസിൽ ഏതൻസിലുണ്ടായ പാർലമെൻറ്റിൽ 10% ജനങ്ങൾക്ക് ഒരു വോട്ടവകാശമില്ല, 90% വോട്ടില്ല. അപ്പോൾ 10% പേര് തിരഞ്ഞെടുക്കുന്ന ഒരു ഭരണകൂടം ജനാധിപത്യമല്ല, ഓലിഗാർക്കി എന്നാണ് എന്നെ വിളിക്കുന്നത്. പക്ഷേ ഭഗവാൻ കൃഷ്ണൻ നടത്തിയ ഇലക്ഷൻ ഉണ്ടല്ലോ, എല്ലാവർക്കും വോട്ട് നൽകുന്ന ഒരു ഇലക്ഷനായിരുന്നു. അപ്പോൾ ആ ഇലക്ഷൻ വെച്ച പാർലമെൻറ്റാണ് ആ ലോകത്തിലാദ്യമായി പ്രൊഹിബിഷൻ, മദ്യനിരോധനം പ്രഖ്യാപിക്കുന്നത്. ദ്വാരകയിലെ ഭരണത്തിൽ ഭഗവാൻ വരുത്തിയ മാറ്റങ്ങൾ ഭാഗവത്തിൽ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പഞ്ചായത്ത് ഉണ്ടായത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ടില്ലേ? ഭഗവാൻ കൃഷ്ണൻ ഈ മഹാഭാരത യുദ്ധം കഴിഞ്ഞിട്ട് യുധിഷ്ഠിരൻ ഭരണത്തിൽ കയറി. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ യുധിഷ്ഠിരനെ കാണാൻ വന്നു. അപ്പോൾ യുധിഷ്ഠിരൻ സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷനാണ്, ഇയാൾ പറഞ്ഞ മാത്രമേ ചെയ്യാൻ പറ്റൂ. ഭഗവാൻ പറഞ്ഞു, യുധിഷ്ഠിരാ, നീ ഇവിടെ ഇരുന്നുകൊണ്ട് ഈ ലോകം മുഴുവൻ ഭരിക്കാൻ പറ്റില്ല. നീ ഒരു കാര്യം ചെയ്യണം, ഓരോ ഗ്രാമവും അവിടുത്തെ ജനങ്ങൾ ഇലക്ഷൻ നടത്തി 5 പേരെ തിരഞ്ഞെടുക്കണം. പഞ്ചപാണ്ഡവന്മാരല്ലേ ഇവിടെ ഭരിക്കുന്നത്. എൻ്റെ 5 പാണ്ഡവന്മാരുടെ പ്രതിനിധികളായി ഓരോ ഗ്രാമവും 5 പേരെ തിരഞ്ഞെടുക്കണം. അവരാ പഞ്ചായത്ത് ഭരിക്കണം, ആ നാട് ഭരിക്കണം. അവരുടെ കൈക്ക് നിൽക്കാത്ത വല്ല വെള്ളപ്പൊക്കമോ വലിയ വരൾച്ചയോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ ഇടപെട്ടാൽ മതി. അപ്പോൾ ഈ പഞ്ചപാണ്ഡവന്മാരുടെ പ്രതിനിധികളായി 5 പേരെ തെരഞ്ഞെടുത്തൊരു സിസ്റ്റം ആയതുകൊണ്ട് അതിനെ മഹാഭാരതത്തിൽ വിളിച്ച് പറയുന്നത് പഞ്ചായുത്ത്, 5 റൂളേഴ്സ്. ആ പഞ്ചായത്ത് എന്നുള്ള വാക്കാണ് പഞ്ചായത്ത് നമ്മൾ രൂപാന്തരപ്പെടുന്നു. ഇപ്പം നമ്മൾ ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ അത് ഈ മഹാഭാരതത്തിൽ തുടങ്ങുന്നതാണ്. അപ്പം ജനാധിപത്യ ഭരണ സമ്പ്രദായത്തിൻ്റെ ഒറിജിനൽ ഫോമായ പാർലമെൻറ്റ് ഭഗവാൻ കൃഷ്ണൻ ഭാഗവതത്തിൽ ഉണ്ടാക്കിയതാണ്. ഡീസെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ്റെ പഞ്ചായത്ത് എന്ന് പറയുന്ന ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഭഗവാൻ കൃഷ്ണൻ തന്നെ യുധിഷ്ഠിരനെ കൊണ്ട് മഹാഭാരതം ചെയ്യിക്കുന്നതാണ്. അപ്പം ഇതിൻ്റെ പാരമ്പര്യമുള്ള ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ ഒരാൾ പ്രസംഗിക്കുകയാണ് ജനാധിപത്യം വന്ന ഗ്രീസിൽ നിന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഹിന്ദുമതത്തിലെ ആളുകൾ അവരുടെ മതഗ്രന്ഥം മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഈ സായിപ്പ് എഴുതി വെച്ച കള്ളം മുഴുവനും കൂടെ വിശ്വസിക്കുന്നത്.